നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിൽ വീണ്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റ് വിവാദം. ഇന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. സംഗതി ബംഗ്ലാദേശ് ബൗളർ മെഹദി ഹസൻ മിറാസും സൽമാൻ ആഗയും തമ്മിലാണ് പ്രശ്നം. മെഹദി ഹസൻ മിറാസ പന്തെറിയുന്നു. ബാറ്റർ മുഹമ്മദ് റിസ്വാൻ, പാകിസ്ഥാൻ്റെ മുഹമ്മദ് റിസ്വാൻ അത് ഡിഫെൻഡ് ചെയ്യുന്നു. ആ പന്ത് നേരെ നോൺ സ്ട്രൈക്കർ എൻഡിൽ മെഹദി ഹസൻ മിറാസ്, ബൗളർ മെഹദി ഹസൻ മിറാസിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. അത് അയാളുടെ കാലിൽ തട്ടിയിട്ട് പിന്നീട് നോൺ സ്ട്രൈക്കർ എൻഡിലുള്ള പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗയുടെ പാഡിലും തട്ടി പന്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സൽമാൻ ആഗ ആ പന്ത് കുനിഞ്ഞെടുത്ത് മെഹദി ഹസൻ മിറാസിന് കൊടുത്തു. സാധാരണ ക്രിക്കറ്റിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ആഗ ആ സമയത്ത് ക്രീസിന് പുറത്തായിരുന്നു. മെഹദി ഹസൻ മിറാസ് ആ പന്ത് നേരെ വിക്കറ്റിലെറിഞ്ഞ് ഔട്ടിന് അപ്പീൽ ചെയ്തു. തേർഡ് അമ്പയർ അത് പരിശോധിച്ച് ഔട്ടാണെന്ന് വിധിച്ചു. അത് സാങ്കേതികമായി ഔട്ടാണ്, പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് എതിരാണ്. സാധാരണ ക്രിക്കറ്റിൽ ഇങ്ങനെ ആരും അപ്പീൽ ചെയ്യാറില്ല. പക്ഷെ ബംഗ്ലാദേശ് ഇത് സ്ഥിരം ചെയ്യുന്നതാണ്. കാരണം 2023 ലോകകപ്പിൽ പിന്നെ ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ടൈം ഔട്ടാക്കി പുറത്താക്കിയ ടീമാണ് ബംഗ്ലാദേശ്. അന്ന് ഷാക്കിബ് അൽ ഹസനാണ് ക്യാപ്റ്റൻ. അന്ന് അതിന് ഷാക്കിബ് അൽ ഹസൻ ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്ന ആളാണ്. ബാറ്റ് ചെയ്യാൻ വൈകിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമാണ്. അങ്ങനെ വന്നപ്പോൾ പന്ത് ഫേസ് ചെയ്യാൻ വൈകിയതിൻ്റെ പേരിൽ പിന്നെ ഏഞ്ചലോ മാത്യൂസിനെ അന്ന് ടൈം ഔട്ടാക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അന്നത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ 3 വർഷത്തിന് ശേഷം വീണ്ടും മിറാസ് പണി പറ്റിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൻ്റെ സ്പിന്നർ. എന്തായാലും അത് ആകെ വലിയ ദേഷ്യത്തിലാണ് തിരിച്ച് പിന്നെ പവലിയനിലേക്ക് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോയത്. എന്തായാലും വളരെ കാണുമ്പോൾ ഒരു തമാശയാണെങ്കിലും യഥാർത്ഥത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു പണിയായി മെഹദി ഹസൻ മിറാസ് കാണിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ ദിവസങ്ങളോളം ഈ ഒരു വിവാദം ഇങ്ങനെ ക്രിക്കറ്റിൽ ഇങ്ങനെ കെട്ടി നിൽക്കും എന്നുള്ളത് ഉറപ്പാണ്.